പ്രിയപ്പെട്ടവർ, ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഇറാൻ 2 മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ ഇടിച്ചു എന്ന വാർത്ത വരുന്നു. എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി, ആർക്കെങ്കിലും ഇതിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ടോ, ഗുരുതരാവസ്ഥയുണ്ടോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. അതേസമയം ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാൻ ശ്രമിച്ചതായിരുന്നു കപ്പൽ. ആ കപ്പലിന് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഈ മിസൈൽ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ അമേരിക്കയുടെ കപ്പലുകൾ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. ലോകത്ത് ഇത്രമാത്രം പരിഹാസ്യനായ ഒരു പ്രസിഡന്റ് ഉണ്ടാവുകയില്ല, അമേരിക്കയിൽ എന്നല്ല ലോകത്ത് തന്നെ ഉണ്ടാവുകയില്ല. 3 ദിവസമായിരുന്നു ഇറാന് വാർണിംഗ് നൽകിയിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ്. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ, അതേപോലെ തന്നെ പാലങ്ങൾ, അതുപോലെ തന്നെ എണ്ണ റിഫൈനറികൾ എല്ലാം തകർക്കുമെന്നായിരുന്നു ഭീഷണി. 3 ദിവസം കഴിഞ്ഞ് ഒന്നും സംഭവിക്കുന്നില്ല. സാധാരണ 5 ദിവസം 48 മണിക്കൂർ നിരന്തരം അദ്ദേഹത്തിന്റെ ഭീഷണികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ക്രിയാത്മകമായി ഒന്നും നടക്കാറില്ല. അങ്ങനെ ഓരോ ഭീഷണിയിലൂടെയും പരിഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ അവസാനം പറഞ്ഞിരുന്നത് പേർഷ്യൻ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ അമേരിക്ക സുരക്ഷ നൽകും, അമേരിക്കയുടെ എസ്കോർട്ട് ഉണ്ടാകും, അമേരിക്കൻ യുദ്ധ കപ്പലുകൾ അവർക്ക് സുരക്ഷിതത്വം നൽകും, അവർക്ക് ആ കടലിൽ നിന്ന് എസ്കേപ്പ് ആകാം, എക്സിറ്റ് ആവാം എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. അതിന് അദ്ദേഹം സൈനികർക്ക് നിർദ്ദേശം നൽകി എന്നൊക്കെയാണ് വാർത്ത വന്നത്. എന്നാൽ ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പോലെയല്ല. ഞങ്ങളുടെ കപ്പലൊന്നും ആർക്കും അകമ്പടി നൽകാനോ എസ്കോർട്ട് നൽകാനോ വരികയില്ല. നേരെ മറിച്ച് ഏത് ഭാഗത്തിലൂടെയാണ് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകേണ്ടത് എന്ന നിർദ്ദേശം അവിടെയുള്ള കപ്പലുകൾക്ക് നൽകും. ആ വഴിയിലൂടെ അവർക്ക് സുരക്ഷിതമായി പോരാൻ നിർദ്ദേശം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നിർദ്ദേശം അനുസരിച്ച് ഈ കപ്പലുകൾ അവിടെ നിന്ന് എക്സിറ്റ് ആവാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് കപ്പൽ മുതലാളിമാർക്ക് അറിയാം. അതുകൊണ്ട് ട്രംപിന്റെ വിടലൊന്നും കേട്ട് ഒരിക്കലും ആ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും അവർ ശ്രമിക്കുകയില്ല. കാരണം ഇറാൻ ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും കപ്പൽ ഞങ്ങളുടെ അനുമതി ഇല്ലാതെ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആ കപ്പലിന് ഞങ്ങൾ ആക്രമിക്കും, സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് പോലും ഈ IRGCയുടെ ഭീഷണി കാരണം കപ്പലുകളെല്ലാം വീണ്ടും ഉള്ളിലേക്ക് തന്നെ ഉൾവലിഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത്. എന്തായിരുന്നാലും അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം പരിഹാസ്യനായ ഒരു പ്രസിഡന്റ് മാത്രമല്ല, അമേരിക്ക തന്നെ ചരിത്രത്തിൽ ഇത്രമാത്രം വലിയ നാണക്കേടിലായ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ ഇസ്രയേലിന് വേണ്ടി അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാഷ്ട്രത്തെ ബലിയർപ്പിച്ച ഒരു പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്.